അസ്സലാമു അലൈക്കും. ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ശരിയായ രീതിയിൽ സൂക്ഷിച്ചു വെച്ചാൽ വർഷങ്ങളോളം കേടുവരാത്ത ഒരു അച്ചാർ. അത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ഉണങ്ങിയ ചെമ്മീനാണ്. ഇത് ഇങ്ങനെ നമുക്ക് അച്ചാറിടാൻ പറ്റില്ല. ഇതിൽ അഴുക്കും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നീക്കം ചെയ്തിട്ട് വേണം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നന്നായി വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കുക. ഇതിനെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് കഴുകി എടുക്കണം. ശേഷം ഇത് വെള്ളം വാരാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റുക. വെള്ളം നന്നായി വാരട്ടെ. അതിനുശേഷം ഈ ചെമ്മീനെ നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഈ ചെമ്മീന് വെള്ളത്തിലിട്ട് കഴുകുന്നതോടെ ചെമ്മീൻ്റെ ഉപ്പൊക്കെ ഏകദേശം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അച്ചാറിലേക്കായിട്ട് അരക്കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അരക്കപ്പ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 1/4 കപ്പോളം നന്നായി ചെറുതായി അരിഞ്ഞ് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ചൂടായൊരു പാത്രത്തിലേക്ക് ചെമ്മീൻ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കുക. ആദ്യം തീ കൂട്ടി വെക്കരുത് കേട്ടോ, ചെറിയ തീയിലാണ് വറുത്തെടുക്കേണ്ടത്. ചെമ്മീൻ കഴുകിയെടുത്തത് കൊണ്ട് തന്നെ വറുത്ത് ഇതിലെ വെള്ളം മുഴുവനായും വറ്റി കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇതിനെ 3-4 തവണകളായിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം വറ്റിയിട്ടുള്ളൂ, ഇപ്പോൾ മുഴുവനായിട്ടും വറ്റിയിട്ടില്ല. ഇതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആണ് പിന്നെ വറുത്തെടുക്കുന്നത്. നന്നായി വറുത്തെടുക്കണം. ഇനി തീ അല്പം കൂട്ടിയിട്ട് തന്നെ വറുത്തെടുക്കുക. ഈ ചെമ്മീൻ്റെ കൊമ്പും വാലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മുറിഞ്ഞു പോവാം ഈ ഒരു ചൂടിൽ കേട്ടോ. ഇതിനെ എത്രത്തോളം വറുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ ഞെരടി കഴിഞ്ഞാൽ പൊടിയുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അത്രത്തോളം ആവുന്നത് വരെ ഇത് വറുത്തെടുക്കണം. ഇതിൻ്റെ ഈ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കരിഞ്ഞ് അടിയിലായിട്ടുണ്ടാവും. മുകളിൽ നല്ല ഭാഗം ഉണ്ടാവും. ഇങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുറമുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാൽ മതി. ഇതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി വരുത്തി കൊടുക്കുക. അപ്പൊ അതിന്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ മുറത്തിന്റെ അടിയിലായിട്ട് മാറും. ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് മാറ്റി വെക്കാം. അതാണ് നമുക്ക് വേണ്ടത്. ഈ വേസ്റ്റ് ഭാഗം നമുക്ക് ഇനി ആവശ്യമില്ല കേട്ടോ. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാം. കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ ഈ അച്ചാർ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ചൂടായൊരു ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 കപ്പോളം. ഈ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളി വേവണ്ട, നന്നായി ഒന്ന് ചൂടായാലും മതി. പിന്നെ കഷ്ണങ്ങളാക്കിയ ഇഞ്ചി ഇട്ട് കൊടുക്കുക, അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് കഷ്ണങ്ങളാക്കി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില നെടുകെ മുറിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. പിന്നെ ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചത്. ഈ മസാലപ്പൊടി ഈ എണ്ണയിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പച്ചമണം ഉണ്ടല്ലോ, കുത്തല് മണം, അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്കായിട്ട് 1/4 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ചൂടാറിയ വെള്ളം 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായി തിളപ്പിക്കുക. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചില്ലേ, ചെമ്മീൻ ഇട്ട് കൊടുക്കണം. ചെമ്മീന് നേരിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ചെമ്മീനെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുവരെ ഇതിലേക്കായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമുക്കിത് പാകമാണോ നോക്കണം. 200 ഗ്രാം ചെമ്മീന് 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ.
ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം എനിക്കിത് വീട്ടിൽ വെക്കാനുള്ളതല്ല, ഗൾഫിലേക്ക് കൊടുത്തേക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് അവരത് ലൂസാക്കിക്കോളും. അച്ചാറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അച്ചാറിന് ഉപ്പ് ശകലം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കി നന്നായി ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ അച്ചാറാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.